Today let me tell you about a nice book, okay? It's A Tipping Point by Malcolm Gladwell. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ടൈറ്റിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ് How Little Things Can Make a Big Difference. I don't know if you have noticed, but it's almost always the little things that makes the big difference. The small tiny things that you do. So if you'd like to know more about how little things can make big differences, you should read this Tipping Point by Malcolm Gladwell. Malcolm Gladwell is one of my favorite authors, even otherwise, and I love his other books like Blink. I want to read you something from the stickiness factor, okay? സ്റ്റിക്കിനെസ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഇതിൽ. അതിൽ സെസമി സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ഷോയുടെ റെഫറൻസ് ഉണ്ട്. ആൻഡ് ഐഡ് ലൈക്ക് ടു റീഡ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് സേസ് ദാറ്റ് സെസമി സ്ട്രീറ്റ് വാസ് ബിൽഡ് അബൌട്ട് എ സിംഗിൾ ബ്രേക്ക് ത്രൂ ഇൻസൈറ്റ്. ഒരു സിംഗിൾ ബ്രേക്ക് ത്രൂ ഇൻസൈറ്റ്. എന്തായിരുന്നു അത്? ദാറ്റ് ഇഫ് യു ക്യാൻ ഹോൾഡ് ദി അറ്റൻഷൻ ഓഫ് ചിൽഡ്രൻ യു ക്യാൻ എഡ്യൂക്കേറ്റ് ദെം. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സുപ്രധാനമായിട്ട് ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കുക എന്നുള്ളതാണ്. അവരിൽ ആ ശ്രദ്ധ ഉളവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ആപ്ലിക്കബിൾ ആണ്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്കത് ശരിക്കും നമുക്ക് ലേണിംഗ് ഉണ്ടാവണമെങ്കിൽ നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. രസമുള്ള കാര്യങ്ങളിലല്ലേ നമുക്ക് പൊതുവെ ഇൻട്രസ്റ്റ് ഉണ്ടാവാറുള്ളൂ. പിന്നെ അല്ല, നമുക്ക് ഒരുപാട് കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചും കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ലേണിംഗ് സ്റ്റൈൽ ഓരോന്ന് പോലെയാണ്. എന്നാൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ, നമ്മൾ ലാർജർ ഓഡിയൻസിനെ, ബിഗർ പോപ്പുലേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾക്ക് എൻഗേജിങ് ആയിട്ടുള്ള കോണ്ടന്റ് ആണെങ്കിൽ നമ്മൾ എളുപ്പം അത് ഓർത്തിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന രസമുള്ള തമാശയുള്ള കാര്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമല്ലേ? അത് നിങ്ങൾ വളരെ കംഫർട്ടബിളി കാണില്ലേ? അത് നമുക്കൊരു ജോലിയായി തോന്നില്ലല്ലോ. ദാറ്റ് ഇസ് സിംപ്ലി ബിക്കോസ് ഇറ്റ് ഇസ് എൻഗേജിങ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ കുട്ടികളോട് പഠിക്കുക എന്ന് എപ്പോഴും പറയുന്നതിൽ കാര്യമില്ല. പഠിക്കുക എന്ന് പറയുന്നതിന് പകരം അവരോടൊപ്പം ഇരുന്ന് അവരുടെ ലെസൺ എന്താണെന്ന് നോക്കി, അതിൽ എന്ത് രസമുള്ള കാര്യമുണ്ട്, അതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്തുണ്ട്, അവരെന്തൊക്കെയാണ് പഠിച്ചത്, അങ്ങനെ ഒരു എൻഗേജിങ് കോൺവെർസേഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോഴും ഇത് തന്നെയാണ്. ഇഫ് ദ കോണ്ടന്റ് ഇസ് എൻഗേജിങ് യു വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ലേൺ. എന്താണ്? കോണ്ടന്റ് എൻഗേജിങ് ആണെങ്കിൽ യു വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ലേൺ. എൻഗേജിങ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കോണ്ടന്റ് സിമ്പിൾ ആയിരിക്കണം. ദ പവർ ഓഫ് സിംപ്ലിഫിക്കേഷൻ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിലും പ്രോജക്ട്സിലും ഗ്ലോബലി വലിയ വിഷയമായിട്ടുള്ള കാര്യമാണ് സിംപ്ലിഫിക്കേഷൻ. ഒരു കാര്യം കോംപ്ലെക്സ് ആക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാര്യം കോംപ്ലെക്സ് ആക്കിയത് കൊണ്ട് പ്രയോജനവുമില്ല. പല കാര്യങ്ങളും കോംപ്ലെക്സ് ആയിരിക്കും, എന്നാൽ അത് എത്ര നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നു, സിംപ്ലിഫൈ ചെയ്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. സിംപ്ലിഫൈഡ് ആകുമ്പോൾ അത് ലളിതമാവുകയും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഒരു കൂട്ടം കാര്യങ്ങൾ ചേർത്ത് വെച്ച് അതിൽ വർക്ക് ചെയ്ത് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് നമുക്ക് പേഴ്സണലി പ്രോഗ്രസ് ഉണ്ടാവുന്നത്. ഇതിൽ പറഞ്ഞിട്ടില്ലേ, ഇത് ഹൗ ലിറ്റിൽ തിങ്സ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റൻസസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ടിപ്പിംഗ് പോയിന്റിലാണെങ്കിൽ കുറേ ബിഹേവിയറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക ബിഹേവിയറിൽ നിന്ന് ഇൻസ്റ്റിൽ ചെയ്തായിരിക്കും ചിലപ്പോൾ ഒരു എപ്പിഡമിക് വരെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെറിയ ബിഹേവിയറിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ഇൻ ജനറൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഈ സ്മോൾ തിങ്സ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് വല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റുട്ടീൻസിലാണ്, നമ്മുടെ ഹാബിറ്റ്. നമ്മളൊരു കാര്യം നിത്യമായി ചെയ്ത് അത് നമ്മുടെ ബിഹേവിയറായി മാറും, അത് നമ്മുടെ സ്വത്വമായി മാറും. സോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, അതിനാണ് ഞാൻ പറയാറുള്ളത്, എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷിന് വേണ്ടി ചിലവഴിക്കും. പിന്നെ നമുക്കതൊരു ശീലമാകും. പിന്നെ നമുക്ക് അങ്ങനെ ഒരു റെഫറൻസ് എടുക്കുന്നതൊരു ശീലമാകും. അല്ലെങ്കിൽ ഈ സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വീഡിയോയിൽ വരുന്ന വാചകങ്ങൾ ഒരുപാടൊന്നും വേണ്ട, 1-2 വാചകങ്ങൾ എല്ലാ ദിവസവും കുറച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് മുഴുവൻ പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. പതിയെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതെനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ചെറിയ എക്സ്പോഷർ, ഇമ്മേഴ്സീവ് ലേണിങ്ങിനെ കുറിച്ചും നമ്മൾ എപ്പോഴും പറയാറില്ലേ, ആ ചെറിയ എക്സ്പോഷറിലൂടെ നമ്മൾ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറും. സോ ദിസ് ഇസ് എ ഗുഡ് ബുക്ക് റെഫറൻസ്. ഇച്ചിരി കടുപ്പുള്ള പുസ്തകമാണ് കേട്ടോ. പുസ്തകം വായിച്ച് ശീലമൊന്നും ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടാവില്ല. ഫിക്ഷൻ അല്ല, കഥയല്ല, ഫാക്ട്സ് ആണ്, നോൺ ഫിക്ഷനാണ്. അതുകൊണ്ട് നോൺ ഫിക്ഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ റിവ്യൂസ് ഓൺലൈനിൽ എടുത്ത് വായിച്ചു നോക്കുക. ഐ ലീവ് എ ലിങ്ക് വെ യു ക്യാൻ ബൈ ദിസ് ഇൻ ആമസോൺ ഓർ ഏതെങ്കിലും ബുക്ക് സ്റ്റോറിൽ നിന്നാണെങ്കിലും മേടിക്കാൻ കിട്ടും. ദിസ് ഇസ് റെഡിലി അവൈലബിൾ വേർ എവർ യു വോണ്ട് ടു. കീപ് വാച്ചിങ് സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ് ആൻഡ്
എല്ലാ ദിവസവും ഒരു വാചകം, ഒരു വാക്ക്, ചെറിയ പ്രയോഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശീലിക്കൂ കേട്ടോ. ഉപയോഗിച്ച് ശീലിക്കാൻ തയ്യാറാണോ? കീപ് വാച്ചിങ്, കീപ് ഷെയറിങ് ദ വീഡിയോസ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോ പോലും മിസ്സാവാണ്ട് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കോണ്ടന്റിലെ സാധനങ്ങൾ വരുന്നില്ലേ, വെറൈറ്റി കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓൾസോ യു ക്യാൻ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.